ചുങ്ക ജ്വല്ലറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ ഒരു പ്രത്യേകതരം 2 മാലകളാണ് പരിചയപ്പെടുത്തുന്നത്. ലക്ഷ്മി മാല, മാങ്ങാമാല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാഗപടം മാലയില്ലേ, അതിൻ്റെ ഒരു ഡിസൈൻ പോലെ തന്നെയാണ്. ഇതിന് മാങ്ങ പോലത്തെ ഷേപ്പാണ്. ഇതിനെ ഇങ്ങനെ പേര് വിളിക്കാൻ കാരണം ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, മാങ്ങ പോലെയാണ് ഇരിക്കുന്നത്. ഒരു ചെറിയൊരു ഒരൊറ്റ കല്ലിൽ പതിച്ച ഒരു ലോക്കറ്റ് മാത്രമേ ഉള്ളൂ ഈ മാലയ്ക്ക്. ഇത് നമ്മുടെ താലിയുടെ കൂടെയൊക്കെ ഇട്ടാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പണ്ടുള്ള സ്ത്രീകൾ താലിയുടെ കൂടെയൊക്കെ ഇടാറുള്ള ഒരു ഐറ്റമാണ്. പിന്നെ കൂടാതെ പാവാടയും ബ്ലൗസും സെറ്റും മുണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് ചെറിയ സിമ്പിളായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറ്റുന്ന അമ്പലങ്ങളിലോ അതുപോലെ ഉത്സവങ്ങളിലോ ഒക്കെ പോകാൻ സിമ്പിളായിട്ട് നമുക്ക് ഒരുങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നല്ല ഭംഗിയാണ്, പ്രത്യേക ഒരു ഐശ്വര്യമാണ് പെൺകുട്ടികൾ ഇത് ധരിച്ചാൽ. കുഞ്ഞു പിള്ളേർക്കും വളരെ അനുയോജ്യമായിട്ടുള്ളൊരു മാലയാണിത്. അതുപോലെ തന്നെ വേറൊരു ഡിസൈനാണ് ലക്ഷ്മി മാല. നമുക്കിത് ലോക്കറ്റിനകത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് ലക്ഷ്മി ദേവിയാണ് പതിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിട്ടാൽ ദേവിയുടെ ഒരു പ്രത്യേക ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെയാണ് പറയപ്പെടുന്നതല്ല, അങ്ങനെ ഉണ്ടാവും. പണ്ടുള്ള മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇത് നമ്മുടെ കഴുത്തിലേക്ക് ചേർത്തിട്ടാൽ ഭംഗി ഉണ്ടാകുന്ന ഒരു മാലയാണ്. ഇത് കൂടുതലായിട്ടും നമുക്ക് അണിയാൻ അനുയോജ്യമായ ദിവസങ്ങൾ, പ്രത്യേക നമ്മൾ നോയമ്പെടുക്കുന്ന ദിവസങ്ങൾ, അശ്വതി, തിരുവോണം, അങ്ങനെയുള്ള ദിവസങ്ങൾ, നമ്മൾ വ്രതം എടുക്കുമ്പോഴൊക്കെ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ അണിയാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാലയാണ് ലക്ഷ്മി മാല. കാരണം ദേവിയുടെ ഒരു സാന്നിധ്യം ഈ മാലയിൽ ഉണ്ടാവും എന്നാണ് വിശ്വാസം. അപ്പോൾ അതുപോലെ തന്നെ ഈ ലോക്കറ്റിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് കല്ല് കാണാം. റെഡ് കളറിലെ കല്ല് സിംഗിളായിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു ഭംഗി തന്നെ. ഇടയ്ക്ക് ചെറിയൊരു മുത്ത് പോലെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ മാല വളരെ സിമ്പിൾ ഡിസൈനാണ്, പക്ഷേ ഭയങ്കര അട്രാക്ഷനുമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സിംഗിളായിട്ടൊക്കെ നമുക്കിടാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മാങ്ങാമാലയുടെ കൂട്ട് തന്നെ നമുക്ക് താലിയുടെ കൂടെ ഇടാൻ ഏറ്റവും അനുയോജ്യമായിട്ടൊരെണ്ണമാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഡിസൈൻസ് ഒക്കെ നമ്മുടെ അങ്കമാലിയിലെ ചുങ്ക ജ്വല്ലറിയിലുണ്ട്. എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെയും ചുങ്ക ജ്വല്ലറിയുടെയും തിരുവോണാശംസകൾ.